D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പെറ്റ്സുകളൊക്കെ സെയിലായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാലും നിങ്ങൾക്ക് പെറ്റ്സ് ബ്രീഡേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിലും സ്ഥലവും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിൽ വന്നിരിക്കുന്നത് കുറച്ചധികം പ്രാവുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോ ചെയ്യാനായിട്ട് യാതൊരുവിധ ചാർജുകളും നമ്മൾ ഈടാക്കുന്നതല്ല. ഫ്രീ ആയിട്ടാണ് സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിന് പ്രാവുകൾ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ കുണ്ടറ എന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് മുഗി ബ്രീഡിങ് ഫീമെയിൽ 400 രൂപ, ചൈനീസ് ഔള് 2000 രൂപ പെയർ. ഇത് വന്നിരിക്കുന്നത് മുഗി ബ്രീഡിങ് പെയർ 1000 രൂപ. ബ്രീഡിങ് പെയർ വിത്ത് ചിക്സ് ആണെങ്കിൽ 1600 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് മുഗി വന്നിരിക്കുന്നത് 700 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് മുഗികൾ കൊടുക്കാനുണ്ട്, ബ്രീഡിങ് പെയറുകൾ അതേപോലെ ചിക്സുകൾ ഒക്കെ കൊടുക്കാനുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് മുദീനയാണ് വന്നിരിക്കുന്നത്. മുദീന വരുന്നത് 800 രൂപയാണ് ഈ രണ്ടെണ്ണം റേറ്റ് വരുന്നത്. പെയറിൻ്റെ റേറ്റ് 800 രൂപയാണ് വരുന്നുള്ളൂ. മുഗികളൊക്കെ ബ്രീഡിങ് പെയറുകളൊക്കെ വന്നിരിക്കുന്നത് 1000 രൂപയാണ് ബ്രീഡിങ് പെയറിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത്. ഒരുപാട് മുഗികൾ കൊടുക്കാനുണ്ട് ഇവിടെ. അതേപോലെ തന്നെ മുഗി വിത്ത് ചിക്സ് ആണെങ്കിൽ 1600 രൂപ. അതേപോലെ ഒരു മുഗി പെയർ വന്നിരിക്കുന്നത് 700 രൂപയുടെ മുഗി വന്നിട്ടുണ്ട്. സിംഗിൾ ഫീമെയിൽസ് കൊടുക്കാനുണ്ട്, മുഗിയുടെ 350 രൂപ. അതേപോലെ തന്നെ നാടൻ പ്രാവുകൾ കൊടുക്കാണ്ട്, നാടൻ പ്രാവുകൾ ക്രോസ് പ്രാവുകളൊക്കെ പെയറിന് 350 രൂപയാണ് റേറ്റ് വരുന്നത്. പെയറിൻ്റെ റേറ്റ് 350 രൂപ. ബ്രീഡിങ് മുഗികൾ ഒട്ടുമിക്കതും വന്നിരിക്കുന്നത് ബ്രീഡിങ് പെയറുകളാണ് വന്നിരിക്കുന്നത്. എഗ് ചെയ്തിരിക്കുന്നുണ്ട്, അതേപോലെ ചിക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് വന്നിരിക്കുന്നത് സിംഗിൾ ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 350 രൂപയാണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ നല്ല പ്രാവുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നതിൽ 75% ആളുകൾക്ക് നല്ല സെയിൽ നടക്കുന്നുണ്ട്. ഒരുപാട് എൻക്വയറീസും വരുന്നുണ്ട്. നല്ല പോസിറ്റീവ് റിപ്ലൈ ആണ് എല്ലാവരും കിട്ടുന്നത്. ഇത് വന്നിരിക്കുന്ന അടുത്തൊരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 രൂപയാണ് ചോദിക്കുന്നത്. നാടൻ പ്രാവുകളും ക്രോസ് പ്രാവുകളൊക്കെ പെയറിന് 350 രൂപ. ഇതിൻ്റെ ഒക്കെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ കുണ്ടറയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് സ്പാങ്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ലവ് ബേർഡ്സിൽ തന്നെ സ്പാങ്കിൾസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വന്നിരിക്കുന്നത്. അതിൽ സിംഗിൾ ഫാക്ടറുണ്ട്, ഡബിൾ ഫാക്ടറുണ്ട്, യെല്ലോ ഷെയ്ഡുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ സ്പാങ്കിൾസിന് വന്നിരിക്കുന്നത് 125 രൂപയാണ് പീസ് റേറ്റ് വരുന്നുള്ളൂ. 125 രൂപ നല്ല റേറ്റ് കുറവിനാണ് സ്പാങ്കിൾസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂരാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സിംഗിൾ ഫാക്ടർ, ഡബിൾ ഫാക്ടർ, യെല്ലോ ഷെയ്ഡ്. മൂന്നാമതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മലബാറി ആടിൻ്റെ 4 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മലബാറി ആടാണ് വന്നിരിക്കുന്നത് 4 മാസം പ്രായം. 2 എണ്ണം കൂടി ചോദിക്കുന്നത് 10,000 രൂപയാണ് ചോദിക്കുന്നത്. എറണാകുളം ജില്ലയിൽ വരാപ്പുഴയാണ് പ്രോപ്പർ ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് പപ്പീസ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഡാഷ് ഹണ്ടിൻ്റെ പപ്പീസുണ്ട്, ജർമ്മൻ ഷിപ്പേഡിൻ്റെ പപ്പീസുണ്ട്, മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. അപ്പോൾ ഡാഷ് ഹണ്ടിന് ചോദിക്കുന്നത് 3000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ റേറ്റ് നന്നായി അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. 3000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. നല്ല അടിപൊളി ബ്രീഡാണ്. പെറ്റായിട്ട് വളർത്താനും അതേപോലെ തന്നെ ഗാർഡിയനായിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെറിയ ബഡ്ജറ്റിൽ
അതേപോലെ ചെറിയൊരു ബ്രീഡ് എന്ന നിലയ്ക്ക് ഡാഷ് കണ്ട് ഏറ്റവും നല്ലൊരു ബ്രീഡാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് അവിടെ തന്നെ വന്നിരിക്കുന്നത് കോട്ടയം പുതുപ്പള്ളി തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ജർമ്മൻ ഷിപ്പേഡിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസും ഉണ്ട്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 10,000 രൂപയാണ്. 10,000 ആണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. നല്ല അടിപൊളി ജർമ്മൻ ഷിപ്പേഡിൻ്റെ പപ്പീസ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 2 പപ്പീസും ഡാഷ് കണ്ടും അതേപോലെ തന്നെ ജർമ്മൻ ഷിപ്പേഡൊക്കെ നല്ലൊരു അടിപൊളി ബ്രീഡാണ് ജർമ്മൻ ഷിപ്പേഡ്. ഗാർഡിങ്ങിനായാലും പെറ്റായിട്ട് വളർത്താനായാലും നല്ല അടിപൊളി ഒരു ബ്രീഡാണ് ജർമ്മൻ. വാച്ചിങ്ങിനൊക്കെ പറ്റിയ ഏറ്റവും നല്ല ഒരു അടിപൊളി ബ്രീഡാണ് ജർമ്മൻ ഷിപ്പേഡ്. അപ്പോൾ അതിൻ്റെ നല്ല അടിപൊളി പപ്പീസാണ് നമുക്ക് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ എല്ലാ ബ്രീഡേഴ്സിൻ്റെയും നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൺകൊനൂറുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 3 സൺകൊനൂറ് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 1 വയസ്സ് പ്രായമായിട്ടുള്ള 3 സൺകൊനൂറുകൾ, 2 മെയിലും 1 ഫീമെയിലും വിത്ത് DNA ഉള്ളതാണ്. ക്ലോസ്ഡ് റിംഗ് ആണ്, സെമി ടേംഡ് ആണ് വന്നിരിക്കുന്നത് 3 എണ്ണം. അപ്പോൾ നല്ല അടിപൊളി സൺകൊനൂറുകളാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 3 എണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ 30,000 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ വിത്ത് DNA ഉള്ളത് 1 വയസ്സായത്. ഫീമെയിൽ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ 13,000 രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഫ്രീ അഡോപ്ഷൻ ആണ്. നാടൻ പപ്പിയാണ് വന്നിരിക്കുന്നത്. 2 മാസം പ്രായമായിട്ടുള്ള മെയിൽ പപ്പി. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി നാടൻ പപ്പി, 2 മാസമായ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല, ഫ്രീ അഡോപ്ഷനാണ്. ഇതിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നോർത്ത് പറവൂർ എറണാകുളം ജില്ലയിൽ ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിന് വളർത്താൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അവരെ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്ന് തേവക്കലിൽ നിന്നാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത്. 10-12 എണ്ണം കൊടുക്കാനുണ്ട്. 2.5 മാസം പ്രായമായിട്ടുള്ള നാടൻ കോഴികൾ. പീസ് റേറ്റ് 250 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ് എറണാകുളം ജില്ലയിൽ. അപ്പോൾ 10-12 കൊടുക്കാനുണ്ട്. തനി നാടൻ കോഴികളാണ് വന്നിരിക്കുന്നത്. 2.5 മാസം കഴിഞ്ഞിട്ടുള്ള നാടൻ കോഴി കുഞ്ഞുങ്ങൾ. അപ്പോൾ പീസ് റേറ്റ് 250 രൂപയാണ് ചോദിക്കുന്നത്. ബൾക്കായിട്ട് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നാടൻ കോഴി കുഞ്ഞുങ്ങൾ. അപ്പോൾ നല്ല അടിപൊളി സൈഡ് വരുമാനമാണ് നാടൻ കോഴി വളർത്തലൊക്കെ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മുയിലുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ അങ്കമാലി അടുത്ത് മലയാറ്റൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 30-ലേറെ മുയിലുകൾ ഇവിടെ സെയിലിനായിട്ടുണ്ട്. നല്ല അടിപൊളി ബ്രീഡ് മുയിലുകളാണ് വന്നിരിക്കുന്നത്. നല്ല വെയിറ്റ് വരുന്ന മുയിലുകൾ. 1.5 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കൊടുക്കാനുള്ളത്. 1.5 മാസം പ്രായമായിട്ടുള്ളത് നല്ല അടിപൊളി ബ്രീഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പെയറിന് 250 രൂപയാണ് ചോദിക്കുന്നത്. 250 രൂപയാണ് പെയറിന് വരുന്നുള്ളൂ. അതേപോലെ 200-ൻ്റെയും പെയറുണ്ട്. 10-30-ലധികം മൊയിലുകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ബൾക്കായിട്ടൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബൾക്കായിട്ട് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ 1-2 പെയർ കൊണ്ടവർക്കും അങ്ങനെ എടുക്കാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ബ്രീഡാണ് മൊയിൽ വന്നിരിക്കുന്നത്. നല്ല വെയിറ്റൊക്കെ വയ്ക്കുന്നതാണ്. അപ്പോൾ നല്ല സൈഡ് വരുമാനമായിട്ട് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ വളർത്താൻ പറ്റിയ പെറ്റ്സിൽ പെട്ടതാണ് മൊയിലും അതേപോലെ തന്നെ നാടൻ കോഴി വളർത്തൽ, ഗിനിപ്പിഗ് വളർത്തലൊക്കെ സൈഡ് വരുമാനമായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ്. ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റി വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന 3 ബ്രീഡുകളാണ് മൊയിൽ, ഗിനിപ്പിഗ് അതേപോലെ തന്നെ നാടൻ കോഴി വളർത്തൽ. നല്ല മാർക്കറ്റും ഉണ്ട് ഇപ്പോൾ നാടൻ കോഴിക്കായാലും ഗിനിപ്പിക്കിനും മൊയിലിനൊക്കെ. അപ്പോൾ നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 100-ൻ്റെ ഉണ്ട്, 125 ഉണ്ട്. പെയറിന് വരുന്നത് 250-ഉം 200-ൻ്റെയാണ് വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ സെയിൽ പോസ്റ്റ് വീഡിയോ ചെയ്യാനായിട്ട് യാതൊരുവിധ ചാർജുകളും നമ്മൾ വാങ്ങുന്നില്ല.
അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മിനിയേച്ചർ ടൈപ്പ് പോമറേനിയൻ്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത്. കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 4000 രൂപയാണ് ചോദിക്കുന്നത്. മിനിയേച്ചർ ടൈപ്പാണ് വന്നിരിക്കുന്നത്. തീരെ ഹൈറ്റ് കുറഞ്ഞ ടൈപ്പ് പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ ഫീമെയിൽ. 4000 രൂപ. കണ്ണൂരാണ് ലൊക്കേഷൻ. അപ്പോൾ നമ്മുടെ ചാനലിൽ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ നമ്പറേക്ക് വീഡിയോസ് അയയ്ക്കുക. അതേപോലെ തന്നെ പെറ്റ്സിൻ്റെ ഡീറ്റെയിൽ അയയ്ക്കുക. റേറ്റ്, നിങ്ങളുടെ പ്ലേസ്, ഇതൊക്കെ വീഡിയോസിലേക്ക് നമ്മുടെ നമ്പറേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഈ പെറ്റ്സ് വളർത്തുന്നതിലോ ഫാമിങ്ങിൻ്റെ മേഖലയിലോ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബ്രീഡേഴ്സിനൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നത് നമ്മുടെ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.